ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റമാണ്. നോൺ വെജ് ഐറ്റത്തിൽ ഫിഷാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ്. അതായത് മത്തിയാണ്, അതല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന ആ ഒരു മീൻ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പീര എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കാം മീൻ പീര എന്ന് പറയുന്നത്. ഇത് കുറച്ചൊരു വ്യത്യാസത്തിൽ പുളിയുടെ ഇലയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ മീൻ പീര ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മത്തി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കിലോ മത്തി. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ മത്തിയാണ് കേട്ടോ, വലിയ മത്തിയല്ല. 2 തരം മത്തി ഉണ്ടല്ലോ, ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ മത്തിയാണ്. പക്ഷെ കുഴപ്പമില്ല, ചെറിയ മത്തിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു. വലിയതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയ മത്തിക്കായിരിക്കും. ഇത് കഴുകി വൃത്തിയാക്കി ഞാനൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പും മുളകൊക്കെ അതിനകത്ത് പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനു വേണ്ടി ഇതാ പാത്രം വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്തി വേകുന്നതിനൊപ്പം തന്നെ ഈ വെള്ളവും വറ്റി കിട്ടണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ മത്തി ഇതിനകത്ത് ഇട്ട് വേവിക്കാൻ പോവുകയാണ്. മൺചട്ടിയിലാണ് ചെയ്യാറുള്ളത്. മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് എന്ന് പറയും. പക്ഷെ ഇതിപ്പോൾ വറ്റിച്ചെടുക്കേണ്ട കാരണം മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നോൺ സ്റ്റിക് പാത്രത്തിൽ ചെയ്തത്. മൺചട്ടിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തോളൂ. അത് മീൻ വേവിക്കാൻ വെച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കല്ല, ചതച്ചെടുക്കാനുള്ളതാണത്. അപ്പോൾ അതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് നാളികേരം, ചെറിയ നാളികേരം 1 കപ്പ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 പീസ് ഇഞ്ചി, ഇതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പുളിയുടെ ഇല ആണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് തരുന്ന ഒരു ഐറ്റം. പുളിയുടെ ഇല കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മീൻ പീരയാണിത്. അപ്പോൾ പുളി കിട്ടാനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ എന്റെ ഗാർഡനിൽ തന്നെ ഉണ്ടായ പുളിയുടെ ഇലയാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല, എന്റെ ഗാർഡനിൽ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ പുളിയുടെ ഇല കൊണ്ടാണ് മീൻ പീര ഉണ്ടാക്കുന്നത്. ഇത് ചതയ്ക്കുന്ന സമയത്ത്, ഈ നാളികേരത്തിന്റെ കൂടെ ചതയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ഈ തണ്ട് കളയണം കേട്ടോ. നടുവിലുള്ള തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമാണ് എടുക്കേണ്ടത്. ഇല മാത്രം എടുത്തിട്ട് ചതച്ചെടുക്കണം. അതിന്റെ നടുവിലത്തെ തണ്ട് പാടില്ല, ഇല മാത്രമേ പാടുള്ളൂ. എല്ലാത്തും ഇങ്ങനെ അറിയാലോ, ഈ നടുവിലുള്ള തണ്ട് കളയണം, എന്നിട്ട് ഇല മാത്രം എടുക്കണം. അങ്ങനെ ഒരു പിടി പുളിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, അതും എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് അത് ചേർക്കുക. വേറെ മുളക് ചേർക്കുന്നില്ല കേട്ടോ, വേറെ മുളകൊന്നും ചേർക്കില്ല, പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർക്കുന്നത്. പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ഉള്ളി, ചെറിയ ഉള്ളി. ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതാണ് കേട്ടോ എൻ്റെ ഗാർഡനിൽ നിൽക്കുന്ന പുളി. ഇതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി അതിനകത്ത് കുരു ഉണ്ടാവും. സാധാരണ നമ്മൾ വീടുകളിൽ ഉണക്കി വെക്കുന്ന സമയത്ത് കുരു കളഞ്ഞിട്ടാണ് പുളി ഉണക്കി വെക്കുക. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അവർ പുളിയുടെ കുരു കളയില്ല, കുരു കളയാതെ തന്നെ ഉണക്കി പാക്കറ്റാക്കി തരിക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിയ പുളിയിൽ നിന്ന് കിട്ടിയ കുരുവാണ്. അതിവിടെ മണ്ണിൽ കൊണ്ടിട്ടപ്പോൾ നന്നായിട്ട് മുളച്ച് വരികയും ചെയ്തു. അപ്പോൾ അത് എനിക്കിപ്പോൾ ഉപകാരമായി. പുളിയുടെ ഇല കൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഉണ്ടായിരുന്ന 2 ചെടിയുണ്ട്, 2 എണ്ണം ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് മീൻ നന്നായിട്ട് വെന്ത് കിട്ടിട്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കംപ്ലീറ്റ് വെന്തൊന്ന് ഉടഞ്ഞു തുടങ്ങിയെന്ന് പറയാം. അതുപോലെ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടതും. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ആ മുള്ള് കളഞ്ഞൊന്ന് എടുക്കണം. മുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെന്ററിലെ മുള്ളുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. മത്തിക്ക് ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവും, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മുള്ളാണ്. പക്ഷെ ആ സെന്ററിലുള്ള ബോൺ നമ്മൾ കളഞ്ഞേ പറ്റൂ. അപ്പൊ ഒന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ അത് എടുക്കാൻ പറ്റും, കാരണം നന്നായി വെന്ത കാരണം പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ മുള്ളെല്ലാം ഞാൻ മാറ്റിയിട്ടോ. അതായത് ആ സെന്ററിലെ മുള്ള് മാത്രം മാറ്റിയാൽ മതി. ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവും, അതതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ലാത്തത് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണേ, കുറച്ച് കറിവേപ്പില. ഇനി ചേർക്കുന്നത് നമ്മൾ ചതച്ച് വെച്ച നാളികേരം, അതിന്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചല്ലോ, പുളിയുടെ ഇല എല്ലാം ഉണ്ട്. ഇത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇത് നമ്മൾ ചതച്ച് വെച്ചതും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു,
എന്നിരുന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. അതും ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. ഇനി ഇതിൽ ചേർക്കേണ്ടത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ഏകദേശം ഒരു 2-3 സ്പൂൺ ഒഴിക്കാം. ഏകദേശം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അതായത് ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക, അതാണ് ആവശ്യം. അപ്പൊ അതങ്ങോട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ, മീൻ അങ്ങോട്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. പീര എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഈ നാളികേരവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സായി വരണം. എന്നിട്ടൊന്ന് മൊരിഞ്ഞു വരണം ഇത്. അപ്പൊ ഇത് ഉടച്ച് തന്നെ എടുക്കുക കേട്ടോ, മീൻ ഉടച്ച് തന്നെ എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ, സ്പൂൺ കൊണ്ട് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് മൊരിഞ്ഞു വരണം, നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വരണം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പുളിയുടെ ഇലയാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പുളിയുടെ ഇല കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാട്ടിലൊക്കെ പുളിയുടെ ഇല കിട്ടും നിങ്ങൾക്ക്, പുറത്തുള്ളവർക്കൊക്കെ അത് കിട്ടാൻ കുറച്ച് വിഷമമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൊടപ്പുളി യൂസ് ചെയ്യാം. കൊടപ്പുളി ആയാലും കുഴപ്പമില്ല. അപ്പൊ പക്ഷെ കൊടപ്പുളി ആകുമ്പോൾ ഈ സമയത്തല്ല ചേർക്കേണ്ടത്, മീൻ വേവിക്കുന്ന സമയത്ത് കൊടപ്പുളി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ മീൻ വേവിച്ചത്. ആ സമയത്ത് 2-3 കൊടപ്പുളിയും കൂടി ഇട്ട് കൊടുത്ത് മീൻ വേവിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പുളിയില ഉണ്ടെങ്കിൽ ഇതുപോലെ പുളിയുടെ ഇല നാളികേരത്തിന്റെ കൂടെ ചതച്ച് ചേർക്കുക. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ മീനൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പൊടിഞ്ഞു വന്നു. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പും മുളകും ഒക്കെ നോക്കുക. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര റെഡി ആയിട്ടുണ്ട്. പുളിയില ഇട്ട മീൻ പീരയാണ് കേട്ടോ, സ്പെഷ്യൽ മീൻ പീരയാണിത്. പുളിയില ഇട്ട് വെച്ച മീൻ പീരയാണ്. അപ്പൊ അതിന് പ്രത്യേക ടേസ്റ്റാണ്. പുളിയുടെ ഇല ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. പറ്റുന്നതും ആ ഇല തന്നെ ഇട്ട് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ മീൻ മുള്ളുമെന്ന് കളയാൻ അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത ഇതല്ലേ. അപ്പൊ ആ മുള്ളുമ്പോ പിടിക്കുമ്പോ തന്നെ അതങ്ങോട്ട് വിട്ടു പോരും. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതെല്ലാം ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയില മീൻ പീര റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.